ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. ആക്സോണസ് ലേണിംഗിന്റെ മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് NIOS ഡാറ്റ എൻട്രി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനെ കുറിച്ചാണ്. പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഏരിയകളാണ് ഈ പറഞ്ഞ 4 ഏരിയകൾ. എക്സ്പാൻഡ് ദി ഫോളോവിങ് ടേംസ് എന്ന് പറഞ്ഞ എന്താണ്? ഫുൾ ഫോം എഴുതാനുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിള് CRT സ്റ്റാൻഡ്സ് ഫോർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കാഥോഡ് റേ ട്യൂബ്. അതേപോലെ LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം ആണ് അല്ലെ. LCD സ്റ്റാൻഡ്സ് ഫോർ, CRT സ്റ്റാൻഡ്സ് ഫോർ, ഇതേപോലത്തെ ടൈപ്സ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഫോർമുല ഓർ ഫങ്ഷൻസ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ സമ്മ്, ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട് ഇഫ്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതുപോലെ മൂന്നാമത്തത് ഓപ്പറേറ്റർ റിലേറ്റഡ്. ഓക്കെ, നാലാമത്തത് ഷോർട്ട് കട്ട്സ്. ഈ 4ഉം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 2 സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, സബ്ജക്റ്റ് കോഡ് 632 അതുപോലെ തന്നെ സബ്ജക്റ്റ് കോഡ് 336. ഈ 2 സബ്ജക്റ്റിനാണെങ്കിലും എന്താണ്, ഈ ടോപ്പിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അഥവാ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ 4 ടോപ്പിക്സും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ഫസ്റ്റത്തെ 3 കാര്യങ്ങൾ, അഥവാ എക്സ്പാൻഡ് ദി ഫോളോവിങ്ങും ഫോർമുലയും, അഥവാ ഫോർമുല അല്ലെങ്കിൽ ഫങ്ഷൻസ്, അത് ഓപ്പറേറ്റർ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം? ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കാണാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഫസ്റ്റത്തെ 3 ടോപ്പിക്സ് എക്സ്പാൻഡ് ദി ഫോളോവിങ്ങും ഫോർമുല ഓർ ഫങ്ഷൻസും ഓപ്പറേറ്റർ റിലേറ്റഡ് ആയിട്ടും ഈ 3 ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക? ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇനി ഷോർട്ട് കട്ട്സ് ആണ്. ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ Ctrl+C, Ctrl+V, Ctrl+P അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്, അങ്ങനെ തന്നിട്ടുള്ള ചോദ്യം ഉണ്ടാവും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇതേപോലെ തന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് കട്ട് കീ ഏതാ യൂസ് ചെയ്യുക, ആ രീതിയിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഷോർട്ട് കട്ട്സ് എന്ന് എന്ത് ചെയ്യുക? ഒരുപാട് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഈ പറഞ്ഞ 4 ടോപ്പിക്സ് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ആണെങ്കിൽ സബ്ജക്റ്റ് കോഡ് 632 തിയറിക്ക് വരുന്നത് 30 മാർക്ക് മാത്രമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 336 ആണെങ്കിൽ തിയറിക്ക് വരുന്നത് 40 മാർക്കാണ്. ഈ 2 പരീക്ഷയും വരുന്നത് എന്താണ്? 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് വരിക. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റിന് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഞാൻ 2 സബ്ജക്റ്റ് കോഡും പറഞ്ഞു എന്നേ ഉള്ളൂ, കൺഫ്യൂഷൻസ് വേണ്ട എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ 2-1 ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഷോർട്ട് കട്ട് കീ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് 1 വരുന്നത് എന്താണ്? Ctrl+N ആണ്. എന്താണ് Ctrl+N എന്ന് പറഞ്ഞാൽ? ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ്, ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് എന്ത്? Ctrl+N. ഇനി അടുത്തത് എന്താണ്? Ctrl+O എന്നുള്ളതാണ്. എന്താണ് Ctrl+O എന്ന് പറഞ്ഞാൽ? ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഫയൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അഥവാ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് എന്ത്? Ctrl+O എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? Ctrl+S. എന്താണ് Ctrl+S എന്ന് പറഞ്ഞത്? സേവ് ദി ഡോക്യുമെന്റ് അല്ലെ. ഒരു ഡോക്യുമെന്റ് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് എന്ത്? Ctrl+S എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? Ctrl+P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിന്റ് ചെയ്യുക അല്ലെ. പ്രിന്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് എന്ത്? Ctrl+P എന്ന് പറയുന്നത്. ഇനി അടുത്തത് അപ്പൊ 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. Ctrl+N, Ctrl+O, Ctrl+S,
കൺട്രോൾ പ്ലസ് പി. ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോസ്ഡ് ഡോക്യുമെന്റ് അല്ലേ? ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണെന്ത്? കൺട്രോൾ പ്ലസ് ഡബ്ല്യു. ഇനി അടുത്തത് എന്താണ്? കൺട്രോൾ പ്ലസ് സെഡ്, കൺട്രോൾ പ്ലസ് വൈ, കൺട്രോൾ പ്ലസ് എക്സ്. കൺട്രോൾ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അണ്ടോ. കൺട്രോൾ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എന്താണ്? റിഡോ. കൺട്രോൾ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കട്ട്. ഈ മൂന്ന് കാര്യം, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കൺട്രോൾ പ്ലസ് ഡബ്ല്യു ക്ലോസ്ഡ് ഡോക്യുമെന്റ്, കൺട്രോൾ പ്ലസ് സെഡ് എന്താണ്? അണ്ടോ. കൺട്രോൾ പ്ലസ് വൈ റിഡോ. കൺട്രോൾ പ്ലസ് എക്സ് കട്ട്. കട്ട് അല്ലെങ്കിൽ മൂവ് രണ്ടും സെയിം ആണ്. ഇനി അടുത്ത് എന്താണ്? കൺട്രോൾ പ്ലസ് സി എന്ന് പറയുമ്പോൾ എന്താണ്? കോപ്പി ചെയ്യാനുള്ളതാണിത് കൺട്രോൾ പ്ലസ് സി. പേസ്റ്റ് ചെയ്യാനുള്ളതാണിത് കൺട്രോൾ പ്ലസ് വി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഒരു ഡോക്യുമെന്റില് ഫുൾ കണ്ടന്റ് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ കണ്ടന്റ്, അതാണ് കൺട്രോൾ പ്ലസ്, പറയൂ, കൺട്രോൾ പ്ലസ് എ എന്ന് പറയുന്നത്. കൺട്രോൾ പ്ലസ് എ എന്ന് പറയുന്നത് എന്താണ്? സെലക്ട് ഓൾ കണ്ടന്റ്സ്, സെലക്ട് ഹോൾ കണ്ടന്റ് എന്നൊക്കെ പറയാം അല്ലെ? നമ്മൾ മുഴുവൻ കണ്ടന്റും എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് എ എന്ന് പറയുന്നത്. കൺട്രോൾ പ്ലസ് എ എന്ന് പറയുന്നത്. ഇനി അടുത്താണെന്ത്? കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറയുന്നത് ഫൈൻഡ് ടെക്സ്റ്റ് ആണ്. ഫൈൻഡ് ടെക്സ്റ്റ് ആണെന്ത്? കൺട്രോൾ പ്ലസ് എഫ്. ഇനി അടുത്തെന്താണ്? കൺട്രോൾ പ്ലസ് എച്ച് ആണ് അല്ലെ? കൺട്രോൾ പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. എന്താണ്? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണെന്ത്? കൺട്രോൾ പ്ലസ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് ഒരിക്കലും വെറുതെ ആവില്ല. ഈ പറഞ്ഞ 4 ടോപ്പിക്സും പഠിച്ചുകൊണ്ട് ഒരിക്കലും വെറുതെ ആവില്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ്. ഇനി അടുത്തെന്താണ്? അടുത്താണെന്ത്? കൺട്രോൾ പ്ലസ് ഇ. കൺട്രോൾ പ്ലസ് ഇ എന്ന് പറയുമ്പോൾ എന്താണ്? സെന്റർ അലൈൻമെന്റ് ആണ് അല്ലെ? സെന്റർ അലൈൻമെന്റ് പറഞ്ഞ പേരാണിത് കൺട്രോൾ പ്ലസ് ഇ. എല്ലാവർക്കും തെറ്റ് പറ്റാറുണ്ട് സെന്റർ അലൈൻമെന്റ് പറയുമ്പോൾ. ഉദാഹരണത്തിന് ലെഫ്റ്റ് അലൈൻമെന്റ് ആണെങ്കിൽ എന്താണ്? കൺട്രോൾ പ്ലസ് എൽ ആണ്. റൈറ്റ് അലൈൻമെന്റ് ആണെങ്കിൽ എന്താണ്? കൺട്രോൾ പ്ലസ് ആർ ആണ് അല്ലേ? പിന്നെ വരുന്ന സെന്റർ എന്ന് പറയും. സെന്റർ പറയുമ്പോൾ എല്ലാവരും സി കാര്യം ഓർക്കുക. പക്ഷെ കൺട്രോൾ പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ കൺട്രോൾ പ്ലസ് ഇ ആണ് എന്ത്? സെൻട്രൽ അലൈൻമെന്റ്. ലെഫ്റ്റ് അലൈൻമെന്റ് ആണെങ്കിൽ എൽ ആണ്. റൈറ്റ് അലൈൻമെന്റ് ആണെങ്കിൽ എന്താണ്? റൈറ്റ് അലൈൻമെന്റ് ആണെങ്കിൽ ആർ ആണ്. സെൻട്രൽ അലൈൻമെന്റ് ആണെങ്കിൽ എന്താണ്? ഇ ആണ്. സെൻട്രൽ അലൈൻമെന്റ് പറയുമ്പോൾ ഇ ആണ്. അപ്പോൾ സെൻട്രൽ അലൈൻമെന്റ് കൺട്രോൾ പ്ലസ് ഇ, ലെഫ്റ്റ് അലൈൻമെന്റ് കൺട്രോൾ പ്ലസ് എൽ, റൈറ്റ് അലൈൻമെന്റ് കൺട്രോൾ പ്ലസ് ആർ. പിന്നെ ജസ്റ്റിഫൈ അലൈൻമെന്റ് എന്ന് പറയുന്നതാണിത് കൺട്രോൾ പ്ലസ് ജെ. പിന്നെ വരുന്ന F7 ആണ്. F7 എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ആണ് അല്ലെ? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ആണിത് F7 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത ടോപ്പിക് ആണെന്ത്? അടുത്ത ഏരിയ ആണെന്ത്? ബോൾഡ് ചെയ്യാൻ, ഇറ്റാലിക്സ്, അണ്ടർലൈന്. ബോൾഡ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ബി, ഇറ്റാലിക്സ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഐ, അണ്ടർലൈൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് യു. BIU, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. ഓക്കെ. ഇനി വരുന്നത് കൺട്രോൾ പ്ലസ് ഹോമും അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് എൻഡും ആണ്. നമ്മൾ ഒരു ഡോക്യുമെന്റിന്റെ ഫസ്റ്റ് ഭാഗത്തേക്ക് കഴ്സർ പോകാൻ വേണ്ടിയിട്ട് അല്ലെ, പോയിന്റർ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഭാഗത്തേക്ക് അഥവാ ഒരു ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിലേക്ക് പോകാം. ഗോ ടു ദ ബിഗിനിങ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറയുന്നതാണിത് കൺട്രോൾ പ്ലസ് ഹോം അല്ലേ? ഇനി അടുത്തെന്താണ്? ഒരു ഡോക്യുമെന്റ് അവസാനത്തിലേക്ക് പോകാനാണെങ്കിൽ അതാണെന്ത്? കൺട്രോൾ പ്ലസ് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? കൺട്രോൾ പ്ലസ് ഹോം പറഞ്ഞു കഴിഞ്ഞു, കൺട്രോൾ പ്ലസ് എൻഡ് പറഞ്ഞു കഴിഞ്ഞു. കൺട്രോൾ പ്ലസ് ഹോം പറഞ്ഞ എന്താണ്? ഒരു ഡോക്യുമെന്റിന്റെ ആദ്യത്തിലേക്ക് വരാന്, കൺട്രോൾ പ്ലസ് എൻഡ് പറയുമ്പോൾ ഒരു ഡോക്യുമെന്റ് അവസാനത്തിലേക്ക് വരാന്. അതാണ് ഈ 2 കാര്യങ്ങൾ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തു. പ്രധാനപ്പെട്ട എന്തുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഓരോ ഷോർട്ട് കട്ട് കീസും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്
എക്സ്പാൻഡ് ദി ഫോളോവിങ്, അതുപോലെ തന്നെ ഓപ്പറേറ്റർ റിലേറ്റഡ്, ഫോർമുല ഓർ ഫങ്ഷൻസ് റിലേറ്റഡ് ചോദ്യങ്ങൾ 99% നിങ്ങൾക്ക് വരുന്നതിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.